ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി അൽഫാമാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് അൽഫാം ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അൽഫാം ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 ചിക്കൻ 16 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് സ്കിന്നോട് കൂടിയിട്ടുള്ള പീസാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 16 പീസിലേക്കുള്ള അളവാണ്, മസാലയുടെ അളവാണ് പറയുന്നത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ചിക്കൻ ഇട്ട് വെക്കാനുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് കത്തി വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞിട്ടിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വരഞ്ഞിടണം, എന്നാൽ മാത്രമേ ഉള്ളിലേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഉൾഭാഗമായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതുപോലെ ഈ ഒരു വിനാഗിരീൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഉള്ളൊക്കെ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ച് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 150-200 ഗ്രാം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു വലിയൊരു പിടുത്തം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി, പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ അതും ഞാനൊരു ചെറിയ പിടുത്തം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അതും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 50 ഗ്രാം ചിക്കൻ മസാല, പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മാഗി ക്യൂബ്, പിന്നെ പാകത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, തൈര് ഒഴിച്ചു കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം അരപ്പേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഏകദേശം 250 ഗ്രാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം കൂടി പോവരുത്. അതിന് പാകമായിട്ട് തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഈ ഒരു മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പുരട്ടിയെടുക്കണം. എന്നിട്ട് ഓരോന്നും പുരട്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല കവറായിട്ട് കിട്ടണം. അപ്പോൾ വരഞ്ഞ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ ഉൾഭാഗത്തൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിക്കും. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് മസാലയൊക്കെ കുറച്ച് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കി ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കരി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലേക്കൊരു 2-3 ചിരട്ട കത്തിച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ, എവിടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലൊരു ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ അത് ഓണാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഊതി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാറ്റിൽ കനലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ലൊരു ടിപ്പാണത്. അപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള കനലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ചിക്കന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ചിക്കന് കമ്പിൻ്റെ മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഉപ്പയാണ് കേട്ടോ സാധാരണ അൽഫാം ഉണ്ടാക്കാറുള്ളത്. ഇനി ഇത് കനലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ബോക്സ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അൽഫാം ഉണ്ടാക്കിയെടുക്കാൻ, കൊണ്ട് നടക്കാനും എളുപ്പമാണ്.
പിന്നെ വലിയ വൃത്തികേടും ആവുകയില്ല. ഇനി ഇത് ഫാനിൻ്റെ കാറ്റൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് തീയൊക്കെ റെഡിയാക്കിയിട്ട് 2 ഭാഗവും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഒന്ന് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്ക് പപ്പടക്കോല് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ചിക്കൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നതും നല്ലതാണ്. ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നതും നല്ലതാണ്. ഇനി 2 ഭാഗവും മറിച്ചിട്ടിട്ട് 2 ഭാഗവും വെന്ത് കിട്ടിയാൽ ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം റെഡി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ബട്ടർ ഈ ഒരു ചൂടോട് കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.